ജൈവികമായിട്ടുള്ള വികാരങ്ങളൊന്നും നിർമ്മിത ബുദ്ധിക്കില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ആദ്യമായിട്ട് ജപ്പാൻ പുറത്തിറക്കിയ ഒരു ഹ്യൂമനോയിഡ്, അതിന് സൗദി അറേബ്യ വിലക്ക് വാങ്ങിയത്. എന്നിട്ട് അതിന് സൗദി അറേബ്യയിൽ പൗരത്വം കൊടുത്തു. അപ്പൊ സൗദി അറേബ്യയിലെ ഒരു പൗരൻ ഈ സോഫിയ എന്ന് പറയുന്ന ഹ്യൂമനോയിഡാണ്. അപ്പോൾ ഒരിക്കലും ബോംബെയിൽ നമ്മുടെ ഒരു ശാസ്ത്ര കോൺഫറൻസിൽ ഈ സോഫിയ വന്നിരുന്നു. അപ്പോൾ സോഫിയയുടെ പത്രക്കാരൻ, നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കളുടെ ഏറ്റവും ലക്ഷ്യം എന്താണ്? അപ്പോൾ അത് പറഞ്ഞത്, എനിക്ക് വിവാഹവും കഴിച്ച് ഒരു കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാനാണെന്നുള്ളത്. അപ്പോൾ അത് നടക്കാത്ത കാര്യമാണ് ശരിക്കും. അപ്പോൾ മനുഷ്യനും ഇതും തമ്മിലുള്ള ഒരു മത്സരം നടക്കും. പക്ഷെ അവിടെയും മാനുഷിക ഗുണങ്ങളുള്ളത് മനുഷ്യർക്ക് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് ഇതുവരെയുള്ള ഇതിൽ നിന്നുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് സ്വതന്ത്ര സിനിമക്കാർക്കാണ്. ഒരു പ്രൊഡ്യൂസർ കിട്ടാതെ തനിക്ക് പറയാനുള്ള കഥകൾ ആളുകളോട് പറയാൻ ഈ സാങ്കേതിക വിദ്യ ഒരു പരിധിവരെ അത്തരം സിനിമക്കാർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. വരും കാലങ്ങളിൽ ഈ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുകയും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഈ സിനിമ ഞങ്ങൾ കറുപ്പിലും വെളുപ്പിലും നിർമ്മിച്ചത് രണ്ട് ആളുകളോടുള്ള അവരോടുള്ള ആദരത്തിന്റെ പേരിലാണ്. ഒന്ന് ജോൺ എബ്രഹാം, അദ്ദേഹത്തിന്റെ അമ്മാറിയ എന്നുള്ള സിനിമ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ട് കാൻ ഫെസ്റ്റിവലിൽ കളിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, അദ്ദേഹം അഭിനയിച്ച ഭ്രമയുഗം എന്ന സിനിമ ഓസ്കാർ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളിത് ഈ സിനിമ കറുപ്പിലും വെളുപ്പിലും നിർമ്മിച്ചത്. അപ്പം എന്തായാലും ഈ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ഈ സിനിമയ്ക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് ജനങ്ങളിലെത്തിക്കുന്നതിന് എല്ലാവിധ സഹകരണങ്ങളും ചെയ്യണമെന്നും ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.